കുറഞ്ഞ സമയത്തിൽ പാത്രം നിറയെ സ്നാക്സ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിനായിട്ട് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീര് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഒരു രീതിക്ക് കട്ടിക്കുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മളിപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത് മയോണൈസ് ആണ്. ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. കയ്യിലുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനിവിടെ മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ ആദ്യം 4 ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അരികുകൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 4 എണ്ണം ആദ്യം പൊട്ടിച്ച് ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ ബ്രെഡ് ഉപയോഗിച്ചാൽ മതിയാകും. അത് നമ്മൾക്ക് ആ ഒരു പറ്റനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയണൈസ് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണെങ്കിൽ 4 ബ്രെഡൊക്കെ മതിയാകും. ഇതിപ്പോൾ ഒരല്പം കൂടെ സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 3 ബ്രെഡ് സ്ലൈസസും കൂടെ ചേർത്തിട്ടുണ്ട്. ആദ്യം 2 ചേർത്തു, വീണ്ടും 1 കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 7 ബ്രെഡാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, ഉപ്പ് നോക്കിയിട്ട് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പാകത്തിന് മാത്രം ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നോക്കൂ, നമുക്കിത് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇത് കവർ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ പുറമെ നല്ല പറ്റൊക്കെ കാണും. അപ്പോൾ ദാ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഓയിൽ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്താൽ ആദ്യം അനക്കാൻ വേണ്ടി നിൽക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെയിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും എണ്ണ പറ്റൊന്നും ഇല്ലാത്തതാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയൂ കേട്ടോ.